കണ്ണൂർ നഗരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത അപകട ഭീഷണി ഉയർത്തുമ്പോഴും ആരോട് പരാതി പറയുമെന്നൊരു കാര്യത്തിൽ ഇനിയും പ്രദേശവാസികൾക്ക് ഒരു വ്യക്തത വന്നിട്ടില്ല. പുതിയ ദേശീയപാതയുടെ നിർമ്മാണ കരാറുകാർക്കാണ് നിലവിൽ ഈ ദേശീയപാതയുടെ പരിപാലന ചുമതലയുള്ളത്. എന്നാൽ ഇവർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ചുമതല കൈമാറാത്തതിനാൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ലെന്നാണ് PWD നാഷണൽ ഹൈവേ വിഭാഗവും പറയുന്നത്. സംസ്ഥാനത്ത് 6 വരി ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുമ്പോഴും നിലവിലെ ദേശീയപാതയുടെ കണ്ണൂർ നഗരത്തിലെ അവസ്ഥയാണിത്. യാത്രക്കാർക്ക് ഒരു സുരക്ഷയുമില്ലാതെ റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലമേറെയായി. നഗരത്തിൽ കാൾടെക് ജംഗ്ഷൻ മുതൽ പുതിയ തെരുവരെയുള്ള ഡിവൈഡറുകളാണ് വലിയ അപകട സാധ്യത ഉയർത്തുന്നത്. മുന്നറിയിപ്പ് ബോർഡുകൾ പലയിടത്തും ഇല്ലാത്തതും ഉള്ളവയിലെ റിഫ്ലക്റ്റിംഗ് പെയിന്റ് മാഞ്ഞുപോയതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ഡിവൈഡറിൽ ഇടിക്കുന്നത് പതിവാണ്. റോഡിൽ പലയിടത്തും രൂപപ്പെട്ട കുഴികൾ ഇരുചക്ര വാഹനങ്ങൾക്ക് അപകട ഭീഷണിയാണ്. കുണ്ടും കുയ്യും വെള്ളം കയറിച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് പണിയാവും. കുണ്ടിൽ വീണിച്ച് അതേ വണ്ടിക്ക് വെറും പൈസ ചിലവാക്കലേ ഉള്ളൂ. പണി വെറും കുണ്ടും കുയ്യ തന്നെ. ചിലർക്ക് വളരെ മോശമാണ്. ഇപ്പോൾ ഒരു ഭാഗത്ത് താറ് ഉരുകിച്ച് ബമ്പ് വിലയാകുമ്പോൾ നമ്മളെ വണ്ടിങ്ങ് തുള്ളലും നടുവേനയുള്ളവർക്കെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഗർഭിണിക്ക് പോകാൻ കഴിയില്ല. നമ്മൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ആ കട്ടാകുമ്പോൾ നമുക്ക് വളരെ സ്ലോയിൽ പോകാൻ കഴിയില്ല. ആ കട്ടിട്ടത് തന്നെ വളരെ മോശം. ശ്രീപുരം മുതൽ സെൻട്രൽ ജയിൽ വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നിരപ്പായ അവസ്ഥയിലല്ല. ഒരു ഭാഗം കുഴിഞ്ഞു കിടക്കുന്നതിനാൽ ഇതും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നു. പുതിയ തെരുവിലും റോഡിന്റെ അവസ്ഥ സമാനമാണ്. പ്രശ്നം വെച്ചാൽ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ തെരയടിച്ചാൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം മേലെ ചൊവ്വ പള്ളിക്കുന്ന് മുതൽ പുതിയൊരു വളവട്ടൺ ഹൈവേ വരെ അതിങ്ങനെ റോഡിങ്ങനെ തെരയടിച്ച് പോയി നിൽക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് കൂടുതലായിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ചില സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ടൗണിൻ്റെ അവസ്ഥയെല്ലാം അറിയില്ലേ, എല്ലാം വളരെ മോശമായ അവസ്ഥയിലുള്ളത്. ദേശീയപാതയുടെ അറ്റകുറ്റപ്പണികളുടെ ചുമതല അതാത് മേഖലകളിൽ പുതിയ ദേശീയപാത നിർമ്മാണം കരാറെടുത്ത കമ്പനികൾക്കാണ്. എന്നാൽ ഇവർ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കാറില്ല. പുതിയ ദേശീയപാത നിർമ്മാണം പൂർത്തിയായ ശേഷമേ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് റോഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് ഈ റോഡുകൾ കൈമാറൂ. അതുവരെ ദേശീയപാതയിൽ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് തങ്ങളല്ലെന്നാണ് PWD നിലപാട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടാലും കാര്യമായ പ്രതികരണം ഉണ്ടാകുന്നില്ല. കരാർ കമ്പനിയുടെ സൈറ്റ് എഞ്ചിനീയർമാരാണ് ഇവിടെയുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇവരോട് പൊതുജനത്തിന് കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിലാണ് പരാതികൾ സ്വീകരിക്കുവാൻ സംവിധാനമുള്ളത്. പുതിയ ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്ന മേഖലകളിലും സമാന പ്രശ്നം നേരിടുന്നുണ്ട്. ചെളിവെള്ളം ഒഴുകിയെത്തുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോട് പരാതി പറയണം എന്ന ആശങ്കയിലാണ് പലരും. ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ മാത്രമേ ഇത് വേഗത്തിൽ സാധ്യമാകൂ. ദേശീയപാതയുടെ പരിപാലനത്തിൽ ആവശ്യമായ ശ്രദ്ധ ഉണ്ടാകുന്നില്ലെങ്കിൽ മഴക്കാലത്ത് വലിയ അപകടങ്ങൾക്ക് സാധ്യത ഏറെയാണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.